Hi students, today we shall discuss heating effect of current. When current flows through a conductor, it becomes hot after some time. When current flows through filament of electric iron, the iron becomes very hot. In these two cases, heat is produced due to the flow of current. Therefore, this phenomenon is called heating effect of current. ഒരു കണ്ടക്ടറിൽ കൂടി കറണ്ട് കടന്നു പോകുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതേപോലെ ഇലക്ട്രിക് അയണിന്റെ ഫിലമെന്റിൽ കൂടിയാണ് കറണ്ട് കടന്നു പോകുന്നിരിക്കുക. ഈ അയൺ വളരെയധികം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ രണ്ട് കേസിലും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാ? കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടല്ലേ. അതുകൊണ്ട് ഈ ഫിനോമിനൻ പറയുന്ന പേരാണ് ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് കറന്റ്. Then how can we define heating effect of current? ഇപ്പൊ പറഞ്ഞു ഹീറ്റ് പ്രൊഡക്ഷൻ കറന്റ് ഫ്ലോ മൂലം നടക്കും. നമുക്ക് ഡിഫൈൻ ചെയ്യാം. പ്രൊഡക്ഷൻ ഓഫ് ഹീറ്റ് ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് കറന്റ് ഈസ് കോൾഡ് ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് കറന്റ്. പ്രൊഡക്ഷൻ ഓഫ് ഹീറ്റ് ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറന്റ് ത്രൂ എ കണ്ടക്ടർ ഈസ് കോൾഡ് ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് കറന്റ്. ഇനി ഒരു കണ്ടക്ടറിൽ കൂടി കറന്റ് കടന്നു പോകുമ്പോഴും അല്ലെങ്കിൽ ഹീറ്റിംഗ് ഡിവൈസ് ആയ ഇലക്ട്രിക് അയൺ ഹീറ്റർ, കെറ്റിൽ, നമുക്കറിയാം ഇതിൽ കൂടെ കറന്റ് കടന്നു പോകുമ്പോൾ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് വിൽ ബി പ്രൊഡ്യൂസ്ഡ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഹീറ്റ് പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്തത് എന്തുകൊണ്ടാണ്? നമ്മൾ പഠിക്കാനുള്ളതല്ല എങ്കിലും സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ നിലക്ക് അതിന്റെ പിന്നിലുള്ള സയൻസ് അറിയാൻ ആവശ്യമാണ്. അപ്പൊ കറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ്. When current flows through a conductor എന്ന് പറയുന്നത് എന്താണ്? Electron flows through the conductor എന്നാണ്. When current flows through a conductor or when electrons flow through a conductor offers a resistance to the flow of electrons. To overcome this resistance, a work has to be done against resistance. This work done is converted into heat energy. അപ്പോൾ ഇലക്ട്രിക് അയൺ, ഹീറ്റർ, കെറ്റിൽ, കണ്ടക്ടർ, റെസിസ്റ്റർ, ഇതിൽ കൂടെ ഒക്കെ കറന്റ് കടന്നു പോകുമ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഇവിടെ നടക്കുന്ന എനർജി കൺവേർഷൻ എന്താണ്? ഇലക്ട്രിക് എനർജി ഈസ് കൺവേർട്ടഡ് ടു ഹീറ്റ് എനർജി. കുറെ കൂടി സയന്റിഫിക് ആയി പറയുകയാണെങ്കിൽ, അതായത് ഒരു കണ്ടക്ടറിൽ കൂടി കറന്റ് ഫ്ലോ ചെയ്യുമ്പോൾ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത്, കുറെ കൂടി സയന്റിഫിക് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുമ്പോൾ flowing electrons will collide with the atoms of conductor. Flowing electrons have an energy. എന്ത് എനർജിയാണ്? ഫ്ലോ ചെയ്യുന്ന വസ്തുക്കൾക്കൊക്കെയുള്ള, മൂവ് ചെയ്യുന്ന ഒബ്ജക്ട്സിനൊക്കെയുള്ള എനർജി ഏതാണ്? കൈനറ്റിക് എനർജിയാണ്. അപ്പോ ഇലക്ട്രോൺസ് കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ ഇലക്ട്രോൺസിന് കൈനറ്റിക് എനർജി ഉണ്ട്. This kinetic energy is handed over to colliding atoms. Then atoms start to vibrate. As a result, temperature of the conductor increases. Here, electric energy is converted into heat energy. ഇനി കറന്റിന്റെ അളവ് കൂടാതിരിക്കുക, കണ്ടക്ടറിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറന്റിന്റെ അളവ് കൂടാതിരിക്കുക. കറന്റിന്റെ അളവ് കൂടാന്ന് പറഞ്ഞിട്ട് അർത്ഥം എന്താണ്? ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് കൂടാന്നല്ല അർത്ഥം. Then what happens to collision? Collision also increases. As a result, temperature of the conductor also increases. അപ്പോ ഫ്ലോ ചെയ്യുന്ന കറന്റിന്റെ അളവ് വർദ്ധിച്ചു കഴിഞ്ഞാൽ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് ഇൻക്രീസ് ചെയ്യും. ഇനി കൂടുതൽ നേരം കറന്റ് ഫ്ലോ ചെയ്യുകയാണെങ്കിലോ, അതായത് ടൈം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിലോ, അപ്പോഴും കൊളിഷൻ കൂടും. Then also temperature of the conductor will increase. ഇനി കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിലോ, then also collision will increase. As a result, temperature of the conductor will also increase. അപ്പോ ഒരു കണ്ടക്ടറിൽ കൂടി അല്ലെങ്കിൽ റെസിസ്റ്ററിൽ കൂടി കറന്റ് കടന്നു പോകുമ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും, ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. മനസ്സിലാക്കി? ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജനറേറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ ഏതൊക്കെ ഫാക്ടേഴ്സ് ഡിപെൻഡ് ചെയ്യുന്നു മനസ്സിലായി നിങ്ങൾക്ക്? ഒന്ന് കറന്റിന്റെ അളവിനെ, മറ്റൊന്ന് ടൈം, തേർഡ് വൺ റെസിസ്റ്റൻസ്. ഫാക്ടേഴ്സ് ഓൺ വിച്ച് heating effect of current depends are current, time
ആൻഡ് റെസിസ്റ്റൻസ്. കറണ്ടിന്റെ ഹീറ്റിംഗ് ഇഫക്റ്റ് സ്റ്റഡി ചെയ്ത ഒരു ഫേമസ് സയന്റിസ്റ്റ് ആണ് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. James Prescott Joule conducted an experiment to study heating effect of current, and he came to the conclusion that heat produced when current flows through a conductor is directly proportional to the square of the current. Heat produced is directly proportional to the resistance of the conductor, and heat produced is directly proportional to the time for which time t for which current flows through the conductor. Then what did Joule observed in his experiment? Heat produced when current flows through a conductor is directly proportional to the square of the current, directly proportional to the resistance of the conductor, and directly proportional to the time for which current flows through the conductor. That is, heat produced H is directly proportional to the square of the current. Heat produced is directly proportional to the resistance of the conductor, and heat produced is directly proportional to the time for which current flows through the conductor. അപ്പോൾ ജൂൾ ഒബ്സർവ് ചെയ്ത 3 കാര്യങ്ങളാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ഇവിടെ ലെഫ്റ്റ് സൈഡിലൊക്കെ H directly proportional to എന്തൊക്കെയുണ്ട് I square RT. That is, H is equal to I square RT. H is heat generated, I current, R resistance, T time. This relation is called Joule's law of heating. Joule's law of heating. Mathematical expression for Joule's law of heating is H is equal to I square RT. Okay? അപ്പോൾ നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ആവശ്യമുള്ള ഫോർമുലയാണ് H is equal to I square RT. Okay? Now, we studied Joule's law of heating. Expression for Joule's law of heating is H is equal to I square RT. ഇത് നേരത്തെ പറഞ്ഞു ന്യൂമറിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നമുക്ക് ഈ ഇക്വേഷൻ ആവശ്യമുണ്ട്. ഇനി ഈ ഫോർമുലയിൽ അതായത് H is equal to I square RT ഇതിൽ ചിലപ്പോ ആറിന് പകരം ചിലപ്പോ ബി ഐക്ക് തരാം, ചിലപ്പോ ഐക്ക് പകരം ക്യു ഐക്ക് തരാം. അതായത് ചാർജ് ക്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ്. അപ്പൊ ഈ അവസരങ്ങളിലൊക്കെ നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. അതായത് H is equal to I square RT. ഇതില് ആറിന് പകരം ബി ആർ തന്നിരിക്കുക. അപ്പൊ H is equal to I square into ആറിന് പകരം ബി തന്നിരിക്കുക. അപ്പൊ ആറും ബിയും റിലേറ്റ് ചെയ്തുള്ള ഇക്വേഷൻ ഏതാണെന്ന് ആലോചിച്ച് നോക്കുക. ഓംസ് ലോ പ്രകാരം നമ്മൾ പഠിച്ചിട്ടുണ്ട് R is equal to V by I. അപ്പൊ ആറ് സ്ഥാനത്ത് വാല്യൂ ചെയ്താൽ മതി. അതായത് V by I into B. H is equal to I square into V by I. ഇവിടെ I ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ I ഉണ്ടാവും, ഇൻറ്റു I പോയില്ലേ, ബാക്കി P ഇൻറ്റു T. അപ്പോ H is equal to I square RT യില് ആറിന് പകരം V ആണ് തന്നിരിക്കുക. അപ്പൊ നമുക്ക് ഉപയോഗിക്കേണ്ട ഇക്വേഷൻ H is equal to I into V into T. H is equal to I square RT. ഇതിന് പുറമെ ഒരു ഫോർമുല കിട്ടി. H is equal to I V T. ഇനി ഐക്ക് പകരം Q ആണ് തന്നിരിക്കുക. അപ്പൊ നമ്മൾ ജനറേറ്റഡ് ഹീറ്റ് എങ്ങനെ കാണും? ഇതൊന്ന് വായിക്കാം. അപ്പൊ ഐക്ക് പകരം Q തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഐയും Qയും പരസ്പരം റിലേറ്റ് ചെയ്തിട്ടുള്ള ഫോർമുല ഏതാണെന്ന് കണ്ടെത്താം. ഈ പാഠത്തിന്റെ തുടക്കത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് I is equal to Q by T. I is equal to Q by T. മൈനസ് ആയിട്ട് Q by T അപ്ലൈ ചെയ്താൽ മതി. അതായത് H is equal to I എന്ന് പറയുന്നത് Q by T into V into T. ഇവിടെ T പോയി.
ബാക്കി എന്താ ഉള്ളത്? H is equal to Q into V. ഇപ്പൊ മൂന്നാമത്തെ ഇക്വേഷൻ കിട്ടി. അതായത് ഹീറ്റ് ജനറേറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല H is equal to Q into V. അപ്പോ മൂന്നാമത്തത് H is equal to Q into V. അപ്പൊ ഒരു ഇലക്ട്രിക് ഡിവൈസിൽ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് കാണാനുള്ള ഇക്വേഷൻ ആണ് H is equal to I square RT. ഇതില് R പകരം V തന്നു കഴിഞ്ഞാൽ H is equal to I into V into ഉപയോഗിക്കാം. ഐക്ക് പകരം Q, അതായത് ചാർജ് ആണ് തരുന്നിരിക്കുക, അപ്പൊ ഉപയോഗിക്കേണ്ട ഫോർമുല H is equal to Q into V. ഇനി ഐക്ക് പകരം V തരാന്നിരിക്കുക, ആറിന് പകരം V തന്നു കഴിഞ്ഞാൽ H is equal to I into V into ഉപയോഗിക്കാം. ഐക്ക് പകരമാണ് V തരുന്നതെങ്കിൽ അപ്പൊ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുല എങ്ങനെ കണ്ടെത്താം? ആദ്യം ഐയും വിയും റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ കാണണം. ഐയും വിയും റിലേറ്റ് ചെയ്ത ഇക്വേഷൻ ഏതാണ്? I is equal to V by R. അപ്പൊ ഇതിലെ ഐന്റെ സ്ഥാനത്ത് V by R അപ്ലൈ ചെയ്താൽ മതി. അതായത് H is equal to I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V by R. അപ്പൊ I square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V by R whole square into R into T. അതായത് V square by R square into R into T. അപ്പൊ താഴെ R square മുകളിൽ R, അപ്പൊ R ഇതിൽ പോവും. ബാക്കി എന്താ കിട്ടുക? V square by R into T. ഇതാണ് ഐക്ക് പകരം V തന്നു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല. അപ്പൊ ഇലക്ട്രിക് ഡിവൈസിൽ ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് കണ്ടെത്താനുള്ള നാലാമത്തെ ഇക്വേഷൻ കിട്ടി. H is equal to V square by R into T. അപ്പോ ഒരു ഇലക്ട്രിക് ഡിവൈസിൽ ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് കാണാൻ നാല് ഇക്വേഷൻ ഉണ്ട്. H is equal to I square RT, H is equal to I into V into T, H is equal to Q into V, H is equal to V square by R into T. ഇതിൽ H ഹീറ്റ്, I കറന്റ്, R റെസിസ്റ്റൻസ്, T ടൈം, V വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, Q ചാർജ്. അപ്പൊ ഈ ചാപ്റ്ററിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഈ നാല് ഫോർമുലയും പഠിച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, ഇനി ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് കറന്റുമായി ബന്ധപ്പെട്ട് ജനറലായ രണ്ട് കാര്യങ്ങൾ ഉള്ള അധിക വിവരത്തിലേക്ക് മോർ ഇൻഫോർമേഷൻ വേണ്ടിയിട്ട് പറയാണ്. ഒന്ന്, നമ്മളോട് പഠിച്ചു ഒരു കണ്ടക്ടറിൽ കൂടി കറന്റ് കടന്നു പോവുകയാണെങ്കിൽ ഹീറ്റ് വിൽ ബി പ്രൊഡ്യൂസ്ഡ്. ദിസ് ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ദി ഫ്ലോ ഓഫ് കറന്റ്. അപ്പോൾ കറന്റ് ഇലക്ട്രിക് ഡിവൈസസിൽ കൂടി കടന്നു പോകുമ്പോൾ എല്ലാ ഡിവൈസസും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നില്ല. അതേസമയം ഹീറ്റിംഗ് ഡിവൈസസ് ആയ ഇലക്ട്രിക് അയൺ, കെറ്റിൽ, ഹീറ്റർ, ടോസ്റ്റർ, ഓവൻ, ഇത്തരം ഇൻസ്ട്രുമെന്റിൽ കൂടി അല്ലെങ്കിൽ ഇത്തരം ഡിവൈസസിൽ കൂടി കറന്റ് കടന്നു പോകുമ്പോഴാണ് മോസ്റ്റ് പാർട്ട് ഓഫ് ദി ഇലക്ട്രിക് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻടു ഹീറ്റ് എനർജി. അതേസമയം ഫാൻ പോലുള്ള മറ്റു ഇലക്ട്രിക് ഡിവൈസസ് അതിൽ മോസ്റ്റ് പാർട്ട് ഓഫ് ദി ഇലക്ട്രിക് എനർജി ഇൻ ഫാൻ ഈസ് യൂട്ടിലൈസ്ഡ് ടു റൊട്ടേറ്റ് ദ ഫാൻ, ടു ടേൺ ദ ഫാൻ. അപ്പൊ ഫാനിൽ കൂടി കറന്റ് കടന്നു പോകുമ്പോൾ ഇലക്ട്രിക് എനർജിന്റെ ഭൂരിഭാഗവും യൂട്ടിലൈസ് ചെയ്യുന്നത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനല്ല, മറിച്ച് ഫാൻ റൊട്ടേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ടേൺ ചെയ്യാൻ. ഇൻ ഫാൻ ഓൺലി എ വെരി സ്മോൾ പാർട്ട് ഓഫ് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻടു ഹീറ്റ് എനർജി. ഇപ്പൊ ഫാനിൽ വളരെ കുറഞ്ഞ അളവിലുള്ള ഇലക്ട്രിക് എനർജി മാത്രമാണ് ഹീറ്റ് എനർജി കൺവേർട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഫാൻ കുറെ നേരം വർക്ക് ചെയ്യുമ്പോൾ അത് സ്ലൈറ്റ്ലി വാം ആവുന്നത്. On the other hand, when current is passed through heating devices such as electric iron, kettle, heater, most part of the electric energy is converted into heat energy. അപ്പോൾ എന്തുകൊണ്ടാണ് ഹീറ്റിംഗ് ഡിവൈസസ്, അതായത് ഇലക്ട്രിക് അയൺ, കെറ്റിൽ തുടങ്ങിയവയൊക്കെ കറന്റ് കടന്നു പോകുമ്പോൾ ഇലക്ട്രിക് എനർജിയുടെ ഭൂരിഭാഗവും ഹീറ്റ് എനർജി കൺവേർട്ട് ചെയ്യുന്നത്? Because these devices have an alloy made of nichrome.
This nichrome helps to convert most of the electric energy into heat energy. അപ്പൊ ഇലക്ട്രിക് അയൺ ഹീറ്റർ തുടങ്ങിയ ഹീറ്റിംഗ് ഡിവൈസസിൽ നിക്രോം എന്ന അലോയ് ആണുള്ളത്. ഈ അലോയ് ആണ് മോസ്റ്റ് ഓഫ് ദി ഇലക്ട്രിക് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻടു ഹീറ്റ് എനർജി. ഇനി രണ്ടാമത്തെ കാര്യം, ഇലക്ട്രിക് ഡിവൈസസ് ആയ TV, കമ്പ്യൂട്ടർ മോണിറ്റർ, UPS, CPU തുടങ്ങിയതിലൊക്കെ നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ കാണാവുന്ന കാര്യമാണ് കുറെ എയർ ഗ്രിൽസ് ഉണ്ടാവും. CPU-ല് എയർ ഗ്രിൽസിന് പുറമെ ചിലപ്പോ ഫാനും ഉണ്ടാവും. അപ്പൊ ഈ എയർ ഗ്രിൽസ് അല്ലെങ്കിൽ ഫാനിന്റെ ആവശ്യം എന്താ? നിങ്ങൾ പഠിച്ചു, ഇലക്ട്രിക് ഡിവൈസിൽ കൂടി കറണ്ട് കടന്നു പോകുമ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്. അപ്പൊ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് അത് കുറഞ്ഞ അളവിലാണെങ്കിലും ഈ ഉപകരണങ്ങളൊക്കെ കുറെ നേരത്തിന് മണിക്കൂറുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ചെറുതായിട്ട് ഹീറ്റായി വരും. അപ്പോൾ അതിലെ ഇലക്ട്രിക് കമ്പണൻസ് ഒക്കെ ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല കമ്പ്യൂട്ടറിന്റെ ഒക്കെ പെർഫോമൻസിനൊക്കെ ബാധിക്കുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എയർ ഗ്രിൽസ് ഇത്തരം ഡിവൈസുകൾ ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ കറന്റിന്റെ ഹീറ്റിംഗ് ഇഫക്റ്റ് ഡിസൈറബിൾ ആണോ അൺഡിസൈറബിൾ ആണോ എന്നുള്ളതാണ്. ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് കറന്റ് ഡിസൈറബിൾ ആണോ അൺഡിസൈറബിൾ ആണോ? ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസസ് ആയ ഇലക്ട്രിക് അയൺ, കെറ്റിൽ, ഓവൻ തുടങ്ങിയതിലൊക്കെ കറന്റിന്റെ ഹീറ്റിംഗ് ഇഫക്റ്റ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അത്തരം ഉപകരണങ്ങളില് ഈസ് ഡിസൈറബിൾ. അതേസമയം ഹീറ്റിംഗ് ഡിവൈസസ് അല്ലാത്ത മറ്റു ഇൻസ്ട്രുമെന്റ്സ്, മറ്റു ഡിവൈസസ് ഇല്ലേ, അത് അൺഡിസൈറബിൾ ആണ്. കാരണം a lot of electric energy is lost as heat energy. Okay, then what did you learn in today's class? First one, heating effect of current. What is it? Production of heat due to the flow of current through a conductor is called heating effect of current. Second, Joule's law of heating. What is Joule's law of heating? Heat produced when current flows through a conductor is directly proportional to the square of the current, directly proportional to the resistance of the conductor, and directly proportional to the time for which current flows through the conductor. ഇന്ന് പഠിച്ച മൂന്നാമത്തെ കാര്യം, factors on which heating effect of current depends are current, resistance, time. Current, resistance, and time. Fourth one to study today is expression for Joule's law of heating. What is it? H is equal to H per RT. ഇതിൽ ഈ ഇക്വേഷനിൽ നിന്നാണ് മറ്റേ ഇക്വേഷൻസ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഈ ഇക്വേഷൻസ് ആവശ്യമുണ്ട്. H is equal to H per RT ഒന്ന്, രണ്ടാമത്തെ H is equal to I dt, മൂന്നാമത്തെ H is equal to Q into V, നാലാമത്തെ H is equal to E square by R into T. ഇതില് H heat, I current, R resistance, T time. और V ना वोल्टेज, Q ना चार्ज, Q ना चार्ज. Okay?